ഹലോ ഗൈസ്, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച കക്കയിറച്ചി കഴിച്ചാലോ? കക്കയിറച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ക്ലീനിങ് ആണ്. അങ്ങനെ 1.5 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂറോളമുള്ള പ്രയത്നത്തിന് ശേഷം നമ്മളത് വൃത്തിയാക്കിയെടുത്തു. എന്നിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് രണ്ട് വിസിൽ കേൾക്കുമ്പോ തന്നെ സാധനം വെന്ത് കിട്ടും. പിന്നെ നമ്മൾ നേരെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയും പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്ത പ്രോസസ്സ്, ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്യാദി ഐറ്റംസ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വഴണ്ടു വരുന്ന സമയം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക. ഇനി അത് തിളപ്പിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ കക്കയിറച്ചി അതിനകത്തോട്ട് എടുത്തിടാം. പിന്നെ ഇത് കുറച്ച് നേരം അതിനകത്ത് ഇങ്ങനെ കിടന്ന് എല്ലാ അരപ്പും അതിൽ പിടിച്ച് വരണം. അരപ്പൊക്കെ പിടിച്ച് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മളിവിടെ 1-ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ആ 1-ാം പാലിൽ കിടന്ന് തന്നെ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സംഭവം റെഡിയായി വന്നപ്പോൾ തന്നെ ഉച്ചമുക്കാലായേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് കഴിക്കാം. അപ്പോൾ നല്ല ചോറും നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച് വറ്റിച്ചെടുത്ത കക്കക്കറിയും സൈഡായിട്ട് ഉണക്കനെത്തോലി ചമ്മന്തിപ്പൊടിയും പിന്നെ കുറച്ച് സാലഡുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമുക്കൊരു പിടിയങ്ങ് പിടിച്ചാലോ? അപ്പം നമ്മുടെ കക്കയിറച്ചിക്കറി ഞങ്ങളുണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളിയായിട്ടാണ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബായ്.